ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഇപ്പോൾ മേഘമലയിലാണ് അല്ലേ? എന്നാൽ ഈ മേഘമല ഈ ഹൈപ്പിനുള്ളതൊക്കെ ഉണ്ടോ? അതിനെപ്പറ്റിയൊരു ജെന്യൂൻ റിവ്യൂ നമ്മൾ പറഞ്ഞുതരാം. അതായത് മേഘമലയിൽ അധികം പ്ലേസസ് ഒന്നും കാണാനില്ല. ഒരു ലേക്ക്, അതേപോലെ ഡാം കാര്യങ്ങൾ. ഡാമിലൊന്നും ഇപ്പോൾ വെള്ളമല്ല, സീസൺ അല്ലാത്തതുകൊണ്ട്. അതേപോലെ ലേക്കൊക്കെ അടിപൊളിയാണ്. പക്ഷേ അതിൽ കൂടുതലൊന്നും 3-4 പ്ലേസ് അല്ലാതെ അതിൽ കൂടുതലൊന്നും മേഘമലയിൽ കാണാനില്ല. പക്ഷേ മേഘമല ഫേമസ് പറഞ്ഞാൽ അവിടുത്തെ വെതറാണ്. അവിടുത്തെ നല്ല പീസ്ഫുൾ ക്ലൈമറ്റാണ് അവിടെ. നിങ്ങൾക്കിപ്പോൾ നമ്മൾ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാലൊക്കെ ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ മേഘമല പറഞ്ഞാൽ തീരെ ക്രൗഡഡ് അല്ല. നമുക്കിപ്പോൾ നമ്മളെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം, നമുക്കൊന്ന് പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേഘമലയ്ക്ക് പോയാൽ മതി. കാരണം അവിടെ തീരെ ക്രൗഡില്ല. തീരെ എന്ന് പറഞ്ഞാൽ തീരെ ആളും മനുഷ്യരില്ലാത്തൊരു ഏരിയയാണ്. അതേപോലെ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഫുൾ അടിപൊളിയാണ്. അതേപോലെ ലേക്കൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. അല്ലാതെ കൂടുതൽ പ്ലേസസ് ആയിട്ട് മേഘമലയിലൊന്നും കാണാനില്ല. അപ്പോൾ മൂന്നാറിനൊക്കെ അപേക്ഷിച്ച് മൂന്നാറിലൊക്കെ ഒരുപാട് പ്ലേസസ് നമുക്ക് കാണാനുണ്ട്. വാട്ടർഫോൾസും അതും വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. മേഘമലയിൽ അത്തരത്തിലൊന്നുമില്ല. പക്ഷേ നല്ല ആനിമൽ സൈറ്റിങ്ങൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. അതേപോലെ നല്ല ക്ലൈമറ്റാണ്. മെയിനായിട്ട് എല്ലാവരും അവിടേക്ക് പോകാനുള്ളൊരു റീസൺ പറഞ്ഞാൽ തീരെ ക്രൗഡഡ് അല്ല, നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണത്. അല്ലാതെ കൂടുതലായിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ പോലുള്ള പ്ലേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മേഘമലയിൽ ഫുഡ് ഓപ്ഷൻസ്, സ്റ്റേ ഓപ്ഷൻസ് അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതേപോലെ തീരെ റേഞ്ച് നമുക്ക് കിട്ടില്ല. നമുക്ക് തീരെ റേഞ്ചില്ല, സിമ്മും കാര്യങ്ങൾക്കൊന്നും തീരെ റേഞ്ചില്ല. അതേപോലെ ഫുഡിനൊന്നും തീരെ ഓപ്ഷൻസ് ഇല്ല. സ്റ്റേ ഒക്കെ ആകെ അവിടുത്തെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു സ്റ്റേ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്.